മോളെ, വയ്യേ കുഞ്ഞെ നിനക്ക്? അവളുടെ ഇരിപ്പ് കണ്ട് ജയ കാര്യം തിരക്കി. രവിയെ ഓർത്ത് എന്നും അവൾക്കുള്ള ഇങ്ങനെ നേറിപ്പുകയും പുറമേ കാണിക്കില്ലെങ്കിലും ഉള്ളം കൊണ്ട് അവനെ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ടവൾ. അമ്മേ, എനിക്ക് പറ്റുന്നില്ല. ആ നേരം ഉള്ളിലെ വിമിഷ്ടം അടക്കാൻ വയ്യാതെ അവൾ പറഞ്ഞു. ഞാൻ അമ്മയിൽ നിന്നും ഒരു കാര്യം മറച്ചു പിടിച്ചു. എന്നോട് ക്ഷമിക്കമ്മേ. ജയയെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതോടെ ജയയ്ക്ക് ആദ്യ കയറി. എന്താ മോളെ? എന്താണെങ്കിലും അമ്മയോട് പറ. അവരും ആശങ്കപ്പെട്ടു. എനിക്ക് സങ്കടം വരാം. ആർക്കും എന്നെ വേണ്ട. എന്റെ ഇച്ഛനും ഇച്ചായിക്കും ഒന്നും എന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്കറിയോ, ഞാൻ ഗർഭിണിയാണ്. 2 മാസം തുടങ്ങി. എന്നിട്ട് എന്നെ തിരക്കി ആരും വന്നില്ല. സങ്കടം കൊണ്ട് തീരെ പതിഞ്ഞു പോയി അവളുടെ ശബ്ദം. ജയ അത്ഭുതത്തോടെ അവളെ നോക്കി. എനിക്ക് എന്റെ ഇച്ചായനെ കാണാൻ തോന്നുന്നു. എന്നെ വേണ്ടാതെ ആയിട്ടുണ്ടാകും. അതാ തിരഞ്ഞു വരാത്തത്. ഞാൻ മാത്രം പൊട്ടി. എനിക്ക് ആളില്ലാതെ പറ്റുന്നില്ല അമ്മേ. കൂടെ ഉള്ളപ്പോ ഇത്തിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റണില്ല. ആള് കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നുമുള്ള സങ്കടം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ തീരെ പറ്റണില്ല. ഒന്ന് കണ്ടാൽ മതി. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും ജയ അനങ്ങാനാവാതെ ഇരുന്നു പോയി. ഇതേ കാര്യം കേട്ട പകപ്പിൽ അകത്തേക്ക് വരാൻ നിന്ന മാധവ് അവിടെ തന്നെ തറഞ്ഞു നിന്നു പോയി. അടുത്തറിഞ്ഞപ്പോ അവളോട് അവന് സ്നേഹം മാത്രമേ തോന്നിയുള്ളൂ. അവളുടെ നോവ് അവന് കണ്ടു നിൽക്കാനായില്ല എന്നതും സത്യമാണ്. എന്നാൽ അവൾക്ക് മറ്റൊരുവൻ അവകാശിയോ എന്ന ചിന്ത അവന്റെ ഉള്ളിൽ ഒരു പുകച്ചിൽ തീർത്തു. അവർക്കരികിലേക്ക് ചെല്ലാനും അവൻ മടിച്ചു. അവൾക്കുള്ളിൽ ഒരു കുഞ്ഞ്. അവനത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസം തോന്നി. അവൾ തങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവനരികിലേക്ക് പോയാൽ ഉറപ്പായി താൻ ഇത്രയും നാൾ കാത്തിരുന്നതൊക്കെ വെറുതെയാവും. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ ഇനി ഒരിക്കൽ കൂടി നഷ്ടമായ ജയ അത് താങ്ങില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതിലേറെ തന്റെ കയ്യിൽ നിന്നും അവൾ വഴുതി പോകുവാണോ എന്നോർത്തവന് വല്ലാത്ത ദേഷ്യം വന്നു. നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നോ? ദേഷ്യമായിരുന്നില്ല. വളരെ ശാന്തമായാണ് ജയ അത് ചോദിച്ചത്. അവർക്കുള്ളിൽ ആ നേരം 100 ചോദ്യങ്ങളും അതിലേറെ ആദ്യം നിറഞ്ഞിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്റെ ഇച്ചായൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മേ. എനിക്ക് ഇച്ചായനെ കാണണം. എന്റെ തുളസിയെ കാണണം. അവൾ പാവ. എന്നെ പൊന്നുപോലെ നോക്കിയവളാ. അവളെ നേരി കാണാതെ ഒരു സമാധാനവും ഇല്ല എനിക്ക്. എന്നെ കൊണ്ട് പോകുമോ അമ്മേ? ഒരൊറ്റ വട്ടം മതി. പിന്നീട് ഞാൻ ചോദിക്കില്ല, പ്ലീസ്. കെഞ്ചും പോലെ അവൾ ചോദിച്ചതും അവർ ഒന്ന് നേർമേൽ ചിരിച്ചു. കൊണ്ടുപോകാം. എനിക്കും കാണാം എന്റെ മോൾക്ക് പ്രിയപ്പെട്ടവരെ. ജയ അവളെ സമാധാനിപ്പിച്ചതും അവരെ ഇറുകെ പുണർന്നുകൊണ്ട് ആ നെഞ്ചിൽ മുഖം അമർത്തിയവൾ. ഇതെല്ലാം കണ്ടു നിന്ന മാധവ് ദേഷ്യത്തോടെ തന്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരികെ ഇറങ്ങി. ഇതേ സമയം രവിയുടെ ആളുകൾ അച്ചുവിനെയും തുളസിയും തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാ സംഘത്തെ പൊക്കി. ഭ്രാന്ത് പിടിച്ചവനെ പോലെയാണ് രവി അവരെ തല്ലുന്നത്. കണ്ടു നിന്ന ഗാർഡ്സ് പോലും അവന്റെ ദേഷ്യത്തെ ഭയന്നു വിറച്ചു. നിവർത്തി കേട്ട് അവർ ശിവകാമിയുടെ പേര് അവനോട് പറഞ്ഞു കൊടുത്തു. അതവരെ ആകെ കുഴപ്പിച്ചു കളഞ്ഞു. അവൾ ജോലി ചെയ്തിരുന്ന കടയുടെ ഉടമയ്ക്ക് അവളെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എന്താണെന്ന് ഡെവി ചിന്തിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. ഡെവി ആമയുടെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയെടുത്തു. അതോടെ അച്ചു അവരും തമ്മിലുള്ള ബന്ധം അവന് മനസ്സിലായി. മറ്റാർക്കും അവളെ വിട്ടുകൊടുക്കാൻ അവന് ഒരുക്കായിരുന്നില്ല. തന്റെ പ്രാണനെ അന്വേഷിച്ചുകൊണ്ട് ആ രാത്രി സമയം തന്നെ അവൻ കരുനാഗപ്പള്ളിയിലേക്ക് തന്റെ കാറിൽ യാത്ര തിരിച്ചു. കൂടെ അവന്റെ കൂട്ടാളികളും. ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആമി. രാമൻ നല്ല ഉറക്കമാണ്. പെട്ടെന്ന് മുറ്റത്ത് 2-3 വണ്ടികൾ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ബഹളം കേട്ട് രാമൻ ഞെട്ടി ഉണർന്നു. ആമയും രാമനും കൂടി ആരാ വന്നതെന്ന പോലെ പരസ്പരം നോക്കി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. മേശയുടെ മുകളിലിരുന്ന കണ്ണട എടുത്ത് വെച്ചുകൊണ്ട് രാമൻ പറഞ്ഞു. ഇല്ല, ഞാനും വരുന്നു. അയാളെ ഒറ്റയ്ക്ക് വിടാൻ ആമിക്ക് തോന്നിയില്ല. അവരെ തടയാൻ അയാളും മുതിർന്നില്ല. ഇരുവരും കൂടി താഴേക്ക് ചെന്നു. അപ്പോഴേക്കും ആ കതകിലേക്ക് ആരോ ഷൂട്ട് ചെയ്ത് വാതിൽ തള്ളി തുറന്നു. ആമിയും രാമനും ഒരുപോലെ വിറച്ചുപോയി. ആ നിമിഷം അകത്തേക്ക് ഇടിച്ചു കയറി വരുന്ന കറുത്ത വസ്ത്രധാരികളെ കണ്ട് അവർ അമ്പരന്നു. രവി അവർക്ക് മുൻപിലേക്ക് വന്നു നിന്നു. ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ആമിയുടെ കരണം തീർത്തൊന്ന് കൊടുത്തു അവൻ. രാമൻ പകച്ചു നിന്ന സമയം ആമി ഞെട്ടലോടെ അവനെ നോക്കി. അവൻ ആരെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം. അവർ ഞെട്ടി നോക്കിയ അടുത്ത നിമിഷം അവരുടെ മറു കവിളിലും ഒന്ന് കൊടുത്തു. അവരുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആമി അവൻ വലിച്ചു നിലത്തിട്ടു. ആ വേദന കൊണ്ട് അവരിൽ നിന്നൊരു കരച്ചിൽ ഉയർന്നു. പൊന്ന മോളെ, എവിടെയാ നീ എന്റെ പെണ്ണിനെ കൊണ്ടുപോയത്? എന്നിൽ നിന്നും അവളെ അകറ്റുവാൻ മാത്രം ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? അവൾക്ക് മേലൊരു പോറല്ലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ. അവന്റെ മുരളിച്ചയിൽ രാമൻ ഭയന്ന് ആമിക്കരികിലേക്ക് ചെല്ലാൻ ഒരുങ്ങിയതും രവി അയാൾക്ക് നേരെ ഗണ്ണുയർത്തി. ആമി അവന്റെ വന്യമായ മുഖത്തേക്ക് പകച്ചു നോക്കി. അവന്റെ വാക്കുകളിൽ നിന്നും ഈ നിൽക്കുന്നവൻ ആതിരയുടെ ഭർത്താവാണെന്ന് ആമി ഊഹിച്ചു.
വീണ്ടും അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നവനെ കണ്ട് രാമൻ വേഗം ഇടയ്ക്ക് കയറി. അതോടെ അയാൾക്കും കിട്ടി അവന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം. ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുന്ന ഡെവിയെ ആമി ശാന്തമായി നോക്കി. നീ ആതിരമോളുടെ ഭർത്താവാണോ? അവരുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് അയഞ്ഞു. പക്ഷെ ദേഷ്യത്തിന് കുറവൊന്നും ഉണ്ടായില്ല. പറ, അവൾ എവിടെ? നീ എന്റെ പെണ്ണിനെ എന്തു ചെയ്തു പറയാൻ? അവൻ അവർക്ക് നേരെ നിന്ന് അലറി. ആമി അവനെ നോക്കി ആ വേദനയിലും ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം. ആമി എഴുന്നേറ്റുകൊണ്ട് പതിയെ നിന്നു. അവർക്കിപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്നും അവർ അല്പം വെള്ളം എടുത്ത് കുടിച്ചു. ക്ഷമ നശിച്ചവനെ പോലെ നിന്ന് കത്തുവാണ് ഡെവി. ഇത്രയും ക്ഷമ ഡെവിയിൽ ആദ്യമായി കാണുന്നത് കൊണ്ട് ഗാർഡ്സ് പോലും അവനെ ആദ്യം കാണുമ്പോലെ ഒന്ന് മെഴിച്ചു നോക്കിപ്പോയി. വെള്ളം കുടിച്ചു കഴിഞ്ഞതും ആമി ഡെവിക്കടുത്തേക്ക് വന്നു നിന്നു. അവരെ ചുട്ടിരിക്കും പോലെയാണ് അവന്റെ നോട്ടം. അച്ചുവിനെ കൺമുമ്പിൽ ഒന്ന് കണ്ടു കിട്ടാതെ അവനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. നീ ഇരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആമി ശാന്തമായി തന്നെ പറഞ്ഞു. ഡെവി അവരെ ദഹിപ്പിച്ചൊന്ന് നോക്കി. പേടിക്കേണ്ട, അവൾ സേഫാണ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അവന്റെ ഉള്ളിലെ ടെൻഷൻ മനസ്സിലാക്കി ആമി പറഞ്ഞതും അവനൊന്ന് അയഞ്ഞു. അവൾ സേഫാണെന്ന വാക്കുകൾ മാത്രം അവന്റെ നേറിപ്പുകയെന്ന മനസ്സിന് അല്പം കുളിർമ പകർത്തി. അവൻ സോഫയിലേക്ക് വന്ന് കാലിന്മേ കാൽ കയറ്റി വെച്ച് അധികാരത്തോടെ ഇരുന്നു. തന്റെ പേര് പറഞ്ഞില്ല. ആമി സൗമ്യമായി ചോദിച്ചു. ഡേവിഡ്, ഡേവിഡ് പാലമറ്റം. മുറുകിയ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഈ പേര് ഞാൻ എവിടെയോ? ആമി സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. അവൻ അവരെ തറപ്പിച്ചു നോക്കി ആ ഇരിപ്പിരുന്നു. ഓ ഡേവിഡ്, താൻ കഴിഞ്ഞ ബിസിനസ് അവാർഡ് വാങ്ങാൻ വന്ന ഫംഗ്ഷനിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. ആമി അവനെ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ പരിചയം പുതുക്കാൻ വന്നതല്ല, എന്റെ പെണ്ണെവിടെ? അസഹിഷ്ണുതയോടെ അവൻ തിരക്കി. അവൾ അവളുടെ തറവാട്ടിലാണിപ്പോൾ ഉള്ളത്, അവളുടെ പെറ്റമ്മയ്ക്കൊപ്പം. അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. രാമനെ അവർ കണ്ണു കാണിച്ചതും രാമൻ ശരിയെന്ന പോലെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. തിരികെ വന്ന അയാൾ ആമയുടെ കയ്യിലേക്ക് ഒരു ഫയൽ വെച്ചു കൊടുത്തു. ഡേവിഡ്, എന്റെ മനസ്സ് പലപ്പോഴും എന്റെ കൈപ്പിടിയിലായിരിക്കില്ല. ജീവിതം കൊണ്ട് എത്തിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇതെല്ലാം ആതിരയുടെ അച്ഛൻ സമ്പാദിച്ചതാണ്. അയാളോടുള്ള പകയിൽ തട്ടിയെടുത്തു ഞാനിതല്ല. പക്ഷെ മോളെ കണ്ടപ്പോൾ, അവളെ നിന്ന് പിടിച്ചു വാങ്ങിയപ്പോൾ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നോവ്. ഇത് സ്വീകരിക്കണം, ഞങ്ങൾക്കിതിനി വേണ്ട. ആ ഫയൽ അവന് നേരെ നീട്ടിക്കൊണ്ട് കുറ്റബോധത്തോടെ ആമി പറഞ്ഞു. എന്നാൽ അവരുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ഡെവി ഇറങ്ങിച്ചെന്നു. അവർക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു മുഖം അവൻ അതിലൂടെ തിരിച്ചറിഞ്ഞു. നന്മ മരം കളിച്ച് ഡെവിയെ കൊടുക്കാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. പിന്നെ നിന്റെ ഭിക്ഷ, അതിനി അവൾക്ക് അവകാശപ്പെട്ടത് തന്നെ ആയാലും അതൊന്നും അവൾക്ക് വേണ്ട. നിന്റെ കയ്യിൽ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടി ആസ്തിയുണ്ട് അവളുടെ ഭർത്താവായ എനിക്ക്. അതിനെല്ലാം അവകാശി അവൾ മാത്രമാണ്. ഇതെന്റെ പെണ്ണ് നിനക്ക് തരുന്ന ഭിക്ഷയായിട്ട് നീ തന്നെ കയ്യിൽ വെച്ചോ. തികഞ്ഞ പുച്ഛത്തോടെ അവൻ പറഞ്ഞതും ആമിയുടെ മിഴികൾ ചുവന്നു. അവരുടെ പല്ലുകൾ ഞെരിഞ്ഞു. നിന്റെ ഭ്രാന്ത് നാടകമൊക്കെ ഈ നിൽക്കുന്ന നിങ്ങളുടെ പൊട്ടം ഭർത്താവിനോട് മതി, എന്നോട് വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ആമയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ ചെവിയരികിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു. അലക്സിനെ മറന്ന് രാമനെ നിങ്ങൾ പ്രണയിക്കില്ല എന്ന് എനിക്കറിയാം. പാവം, നിന്റെ പകപോക്കലെ ദുർബലയായ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയുള്ള ഒരു കളിപ്പാട്ടാണെന്ന് അറിയാതെ നീ അയാളെ പൊട്ടം കളിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇപ്പൊ നിന്റെ മനസ്സിലുദിച്ച ഈ പുതിയ പകയുണ്ടല്ലോ, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. എന്റെ പെണ്ണിന്റെ ജീവനത്തോടെ നീ ഒരിക്കൽ കൂടി ജനിക്കണം. വന്യത നിറച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ആ ഇരുന്ന ഇരിപ്പിൽ ഒന്ന് വിയർത്തു പോയി ആമി. രാമൻ മാത്രം ഒന്നും മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഡെവി ഒരു ചൂളം വിളിയോടെ അവിടെ നിന്ന് ഇറങ്ങി. അവന് പുറകെയായി അവന്റെ ഗാർഡ്സും. ആമി പുകയുന്ന തന്റെ മനസ്സിനെ അടക്കിക്കൊണ്ട് തന്നിലെ പതർച്ച രാമന് മുൻപിൽ മറയ്ക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ചേട്ടത്തി അയൽവക്കത്തൊക്കെ കേറി ഇറങ്ങി പരദൂഷണം പറഞ്ഞു നടന്നു. തുളസിയെ നോക്കാൻ നിൽക്കുന്ന കുഞ്ഞിച്ചേട്ടത്തിയുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു അത്. കാശി ഇതൊന്നും അറിഞ്ഞില്ല. അവൻ തന്റെ ജോലി തിരക്കുമായി നടക്കുകയായിരുന്നു. തുളസിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഡെറിയോ അവളെ തിരികെ കൂട്ടാൻ ശ്രമിക്കാഞ്ഞത്. പിന്നെ തുളസി കാശിയുമായി ഒന്ന് അടുക്കട്ടെ എന്നും അവൻ കരുതി. ഇപ്പൊ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കാശിയുടെ വീട്ടിലുള്ള പെണ്ണിനെ കുറിച്ചാണ് നാട്ടിൽ ചർച്ച. അതിൽ എരിവ് കൂട്ടാൻ പോലെ കുഞ്ഞിച്ചേട്ടത്തിയുടെ പരദൂഷണം ഒരേ പൂരം. വാർത്ത കാട്ടുതീ പോലെ കത്തിപ്പടർന്നു. കാശി എന്ന പോലീസ് ഓഫീസറെ ഭയന്ന് ആരും നേരിട്ട് ചോദിക്കാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. തുളസി ഇപ്പോ പകുതിയിലേറെ മാറി. അതുകൊണ്ട് തന്നെ കാശി എന്ന പോലീസുകാരന്റെ വീട്ടിലാണ് താനിപ്പോ ഉള്ളതെന്ന് അവൾക്കുള്ളിൽ ഒരു ഭയം തീർത്തു. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൾ അവന്റെ ദേഷ്യം അറിഞ്ഞതാണല്ലോ. ഡെറി എന്നും വരുന്നത് അവളിൽ ഒരു ആശ്വാസമായിരുന്നു. കാശി തുളസിയോട് കഴിവതും സൗമ്യമായാണ് ഇടപെടാറ്. എങ്കിലും അവൾക്ക് അവനെ കണ്ടാൽ തന്നെ പേടിച്ചിട്ട് മുട്ടിടിക്കും. രാവിലെ സമയം ഉമ്മറത്തെണ്ണയിലിരുന്ന് പാലും നട്സും കഴിക്കുകയായിരുന്നു അച്ചു. മുറ്റത്ത് കിടക്കുന്ന തന്റെ കാറ് കഴുകിക്കൊണ്ട് നിൽക്കുന്ന മാധവ് അവളെ തന്നെ നിരീക്ഷിച്ചു.
കൊച്ചു കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് പോലെയാണ് അവൾ കഴിക്കുന്നത്. അവന്റെ ചിന്ത എങ്ങനെ അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പിനെ ഒഴിവാക്കാം എന്നായിരുന്നു. അതുപോലെ അവളുടെ ഭർത്താവിനെ കണ്ടെത്തി അവനെ തന്റെ വഴിയിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാൻ അവൻ തീരുമാനിച്ചു. അച്ചു തന്റെ സ്വത്തുക്കൾ ആമിയുടെ പേർക്ക് എഴുതി കൊടുത്ത വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. ജയ അവളെ കൊഞ്ചിച്ചും ലാളിച്ചും കൊണ്ട് നടക്കുമ്പോഴൊക്കെയും അവൻ അവളെ കൊതിയോടെ നോക്കും. അച്ചുവിനെ കണ്ടെത്തിയ വിവരം ഫെലിക്സ് ഡെറിക്കിന് മെസ്സേജ് ഇട്ട് അറിയിച്ചു. അപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. ആ സന്തോഷത്തിൽ തുളസിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കുന്ന കാശിയെ ചെന്ന് പബ്ലിക്കായി ചുംബിച്ചു അവൻ. കവിളിലറിഞ്ഞ നനവിൽ ഞെട്ടിപ്പിടഞ്ഞു നോക്കിയവൻ ഡെറിയെ കണ്ട് പല്ലു കടിച്ചു. പൊന്ന മോനെ! മുഴുത്ത തെറി വിളിച്ചുകൊണ്ട് കാശി അവന്റെ വയറ്റിലിട്ടൊരു കുത്തു കൊടുത്തു. ആ! വയറും പൊതിഞ്ഞ് കൂനിക്കൂടി നിൽക്കുന്ന ഡോക്ടറെ കണ്ട് കാശി മുഖം വെട്ടി തിരിച്ചു. അവിടെയുള്ളവരൊക്കെ ലേഡീസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളാണ് കൂടുതലും. അവർ എല്ലാവരും അയ്യേ വൃത്തികേട് എന്ന പോലെ ഡെറിയെ നോക്കുന്നത് കണ്ട് കാശിക്ക് ആകെ അപമാനം തോന്നി. നാളെ തന്നെയും ഇവരൊക്കെ ഇങ്ങനെ അവജ്ഞയോടെ അവലെ നോക്കുന്നത് എന്നോർത്തപ്പോൾ തന്നെ അവൻ അവരിൽ നിന്ന് മുഖം വെട്ടി തിരിച്ചുകൊണ്ട് ഡെറിയെ പിടിച്ചു നൂത്തു നിർത്തി. നിനക്കൊട്ടും ബോധമില്ലേ? ഇനി മേലെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ? കാലിപ്പോടെ പറഞ്ഞിട്ട് ചുറ്റും നോക്കി നടന്നു നീങ്ങിയവനെ കണ്ട് ഡെറിക്ക് സത്യത്തിൽ ചിരി വന്നുപോയി. ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴേക്ക് എന്നെ പെട്ടി കയറ്റേണ്ടി വരുമല്ലോ കർത്താവേ. കാശി പോകുന്ന വഴി നോക്കി സ്വന്തം വയറൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ഞൊടിഞ്ഞു അവൻ. കാശി ചുരിദാർ സെക്ഷനിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് നല്ല ഗ്ലാമർ ഉള്ളൊരു നെരുന്ത് പയ്യൻ ആരെയോ നോക്കി വെള്ളം ഇറക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം അവനത് അത്ര കാര്യാക്കിയില്ല എങ്കിലും പിന്നീട് ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി തന്റെ കൂടെ വന്ന ഡോക്ടറെയാണ് അവൻ ഇമ്മാതിരി നോട്ടം നോക്കി ഊറ്റുന്നതെന്ന്. ദേഷ്യം ഇരച്ചു കയറി വന്നതും ഡെറിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ. നന്നായി ആ പയ്യനെ നോക്കി പുഞ്ചിരിക്കുകയും അവന് വേണ്ടി സഹകരിച്ചു കൊടുക്കുന്നവനെയും കണ്ട് കാശി പല്ലു കടിച്ചു. ആ പയ്യനാണെങ്കിൽ ആകെ പൂത്തുലഞ്ഞു നിൽക്കുവാണ്. കാശി ഡെറിയെ കൊല്ലും പോലെ ഒന്ന് നോക്കിയതും ഡെറി അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഷർട്ടിൽ ഹാങ് ചെയ്ത് വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു. ആമി വെരുകിനെ പോലെ സമാധാനം ഇല്ലാതെ നടന്നു. രാമൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. ഇല്ല, തോറ്റു തരില്ല ഞാൻ. എനിക്ക് ഈ സ്വത്തുക്കൾ മാത്രം പോരാ. കയ്യിലിരിക്കുന്ന അച്ചു ഒപ്പിട്ട് തന്ന പേപ്പറുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ മുരണ്ടു. എനിക്ക് നഷ്ടമായ എന്റെ കുഞ്ഞിന് പകരമായി നിന്റെ മകൾക്കുള്ളിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കും ശിവ. അതിനുശേഷം അവളുടെ ജീവൻ ഞാൻ എടുക്കും. നിന്റെ മകൾ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അവൾ ജീവിച്ച അത് കണ്ട് നിന്റെ ആത്മാവ് സന്തോഷിക്കും. അത് പാടില്ല. സ്വന്തം ചേട്ടനോട് എന്ന പോലെ അവർ പകയോടെ പറഞ്ഞു. രാമനെ സത്യത്തിൽ തനിക്ക് ആവശ്യമുള്ള ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു അവർ. ഭാര്യയോടുള്ള അന്ധമായ സ്നേഹത്തിൽ അയാൾ വീണുപോയി. എന്നാൽ വീണുപോയിടത്തു നിന്നും നിവർന്നു നിൽക്കാൻ അവർ ഉപയോഗിച്ച ഊന്നുവടിയായിരുന്നു രാമൻ. ഡേവിഡ് കാറിന്റെ ബാക്ക് സീറ്റിൽ ചാരിക്കിടന്നു. സത്യത്തിൽ അവന്റെ മനസ്സിന് ഇപ്പോഴാണ് ഒരല്പം സമാധാനം കിട്ടിയത്. അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്താനായി അവന്റെ ഗാർഡ്സിനെ അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. ആ യാത്ര അവസാനിക്കും മുമ്പ് തന്നെ അവന്റെ ഫോണിലേക്ക് കുറച്ച് പിക്സ് വന്നു. അച്ചുവിന് ഉമ്മറക്കോലയിൽ ഇരുന്ന് ചോറ് വാരിക്കൊടുക്കുന്ന ജയ. അവൾ ചിരിയോടെ അവരെ നോക്കുന്നു. അങ്ങനെ വളരെ കുറച്ച് ഫോട്ടോസാണ് അവന് കിട്ടിയത്. ആ പിക്സ് കണ്ടതോടെ അവന്റെ മുഖം കുത്തി വീർത്തു. താൻ അരികിലില്ലെങ്കിലും അവൾ വളരെ സന്തോഷവതിയാണെന്നോർക്കെ അവനിൽ അസ്വസ്ഥത നിറഞ്ഞു. നീയായി എന്നെ ഉപേക്ഷിച്ചു പോയ സ്ഥിതിക്ക് ഇനി ഞാനായി വരില്ല. നീ തിരികെ വരും വരെ ഞാൻ നിനക്ക് മുമ്പിൽ വരില്ല. അതി നിന്റെ നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടാകും. നീ അറിയാതെ എനിക്ക് വാശി തന്നെയാ. അത്രയും തീ തീറ്റിച്ചിട്ടുണ്ട് നീ എന്നെ. ഞാൻ കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും നീ എന്നിൽ നിന്നും അകന്നു. ഇതിന് നിനക്ക് ശിക്ഷയുണ്ട്. ഏലിക്കുട്ടി എന്നല്ല ആര് പറഞ്ഞാലും നീ ഒന്ന് സഹായം ചോദിച്ച, അല്ലെങ്കിൽ നീ ഒന്ന് ആജ്ഞാപിച്ച അതനുസരിക്കാൻ 100 പേര് അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഡെറി അവനെയെങ്കിലും അറിയിക്കാമായിരുന്നു. പോട്ടെ, അവർ എത്രയൊക്കെ തടഞ്ഞാലും അറ്റ്ലീസ്റ്റ് ആ വീടിന്റെ ഗേറ്റ് അരികിൽ നിന്നാൽ ഡെറി ഹോസ്പിറ്റലിൽ പോകുമ്പോഴെങ്കിലും കണ്ടേനെ. സ്നേഹത്തിൽ നിന്നുണ്ടായ ദേഷ്യത്തോടെ അവളുടെ ഫോട്ടോയിലൂടെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ ചിരിക്കുന്ന മുഖത്തേക്ക് ഗൗരവത്തോടെ അവൻ നോക്കി. എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതണ്ട. പുതിയ ബന്ധങ്ങളൊക്കെ കിട്ടിയില്ലേ? കുറച്ചു ദിവസം അതൊക്കെ നീ ആസ്വദിക്കും. കുറച്ചു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ നീ എനിക്ക് മുമ്പിൽ ഉണ്ടാകണം. ഉണ്ടാകും. അച്ചു ജയ കൊടുക്കുന്ന ചോറ് മടി ഏതും കൂടാതെ ആസ്വദിച്ചു കഴിച്ചു. കുറെ നേരം ആയല്ലോ അമ്മേ ഈ ചോപ്പർ നമ്മുടെ വീടിന് മുകളിൽ കിടന്ന് കറങ്ങുന്നു. അച്ചു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ജയ ഒന്ന് എത്തി നോക്കി. അതിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു. ഇവിടെ കുറച്ചു മാറി റബ്ബറുണ്ട്. അതിന് മരുന്നടിക്കാൻ വന്നതാവും. വന്നവർക്ക് വഴിതെറ്റിക്കാണും. ആ സാധനം തിരിഞ്ഞു പോകുന്നത് കണ്ടില്ലേ? തിരികെ പോകുന്ന ചോപ്പർ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും അച്ചു തലയാട്ടി വിട്ടു. ആ സമയം അവൾ അറിഞ്ഞില്ല അവളുടെ പുന്നാര ഭർത്തുവിന്റെ ചാരന്മാരായിരുന്നു അതെന്ന്. കുറച്ചു കഴിഞ്ഞതും അവൾ മുറിയിലേക്ക് പോയി. ജയക്കൊപ്പമാണ് അവളും കിടക്കുന്നത്. അച്ചു കിടന്നതെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ജയ അടുക്കളയിലേക്ക് പോയി. കിടക്കുന്നതിന് മുമ്പേ കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു അവർക്ക്. ഇതേ സമയം മാധവ് തിരികെ വന്നു.
തലയിൽ നിന്നും തൊപ്പി ഊരി എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നവൻ തുറന്നു കിടക്കുന്ന ജയയുടെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി. പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവളെ കണ്ട് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ പതിയെ അകത്തേക്ക് കയറി. അച്ചുവിനെ പ്രണയത്തോടെ നോക്കി അവൻ. അവളുടെ ഭംഗി ആസ്വദിച്ചു നിന്നവന് ആ കുഞ്ഞി ചുണ്ടുകളെ ഒന്ന് ചുംബിക്കാൻ തോന്നി. പതിയെ അവൾക്കരികിലേക്ക് അവൻ നടന്നെടുത്തതും അവൾ ഒന്ന് തിരിഞ്ഞു ചെരിഞ്ഞു കിടന്നു. അവൻ പതിയെ അവളുടെ കാലിലൊന്ന് തലോടി വിട്ടതും അച്ചു ചിണുങ്ങിക്കൊണ്ട് തലയിണയിൽ മുഖം പൂഴ്ത്തി. ചെറുചിരിയോടെ അവൻ അവളിൽ നിന്നും അകന്നു. ഒന്നുകൂടി അവളെ നോക്കിക്കൊണ്ട് തിരികെ ഇറങ്ങാൻ നിന്നവൻ വാതിലിൽ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്ന ജയയെ കണ്ട് പതറിപ്പോയി.